നിങ്ങളുടെ എക്സിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം. എക്സിന് നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്താണ് അവരുടെ മൈൻഡിൽ ചിന്തിക്കുന്നത്, ഓവറോൾ സിറ്റുവേഷൻ, അതുപോലെ ആ വ്യക്തിയുടെ മെൻ്റൽ സ്റ്റേറ്റസ്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന കാർഡ് 8 of Wands ആണ്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തി വളരെ ഡിഫെൻറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അതായത് ഇപ്പോഴത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ നിങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചിന്തിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. ഇവിടെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് 7 of Wands ആണ്. ഇവരുടെ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് വെറും 0 ആണ്. സത്യത്തിൽ അവർക്കറിയില്ല അവരുടെ ആക്ഷൻസ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് പോലും. അവരുടെ അങ്ങനത്തെ ബിഹേവിയർ മാറ്റുന്നതിനായിട്ട് അവരുടെ താല്പര്യം കാണിക്കുന്നുമില്ല. എന്തായാലും ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം. എന്നാൽ അതൊരിക്കലും ലവും കമ്പാഷനും കൊണ്ടൊന്നും അല്ല കേട്ടോ. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവർ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ നമുക്ക് കിട്ടിയിരിക്കുന്നത് സൺ ആൻഡ് 6 of Cups ആണ്. ഈ മിസ്സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അവരെ സ്നേഹം കൊണ്ട് റാപ്പ് ചെയ്ത് നിർത്തുമായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഹാപ്പിനെസ് കിട്ടുവാൻ വേണ്ടിയിട്ട് വേണ്ടുന്നതെല്ലാം തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ആ സമയത്ത് അവർക്കുണ്ടായിരുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ, അതാണ് ശരിക്കും അവർക്ക് മിസ് ചെയ്യുന്നത്. ആ സപ്പോർട്ട്, നിങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട്, അതെല്ലാം അവർ മിസ് ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ അവർക്ക് വേണമെന്ന് തോന്നുന്നത്. ഈ 9 of Cups പറയുന്നത് അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. എന്നാൽ പോലും ലൈഫിൽ നിങ്ങളെ കീപ്പ് ചെയ്യാൻ അവരൊട്ടും ശ്രമിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിന് കേപ്പബിൾ അല്ല എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു ഇമോഷണൽ മച്യൂരിറ്റി ഒന്നും ഈ വ്യക്തിയിൽ കാണുന്നില്ല. അവർ ഈ റിലേഷൻ ശരിക്കും ഒരു ഫണി ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ ടൈമിൽ അവർക്കത് ബുദ്ധിമുട്ടായി. കാരണം അവർക്കറിയില്ല ഒരു റിലേഷൻ എങ്ങനെ നല്ല രീതിയിൽ സീരിയസ് ആയി കൊണ്ട് നടക്കണമെന്നുള്ളത്. അവരുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരെയും അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരു ബന്ധവും അതിൻ്റെ ഡെപ്തിലേക്ക് പോവാൻ ആ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാത്തത്. നിങ്ങൾ അവരെ എങ്ങനെയാണോ കംഫർട്ട് ആക്കിയിരുന്നത് അതൊക്കെയാണ് അവർ മിസ് ചെയ്യുന്നത്. ഇവിടെ 8 of Pentacles. ഈ 8 of Pentacles ഡിനോട്ട് ചെയ്യുന്നത് ഈ വ്യക്തി ബിസിനസ്സിലോ ജോബിലോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് മണി മേക്കിങ്ങിൽ എന്ത് തന്നെ ആയാലും അവർക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനത്തെ കാര്യങ്ങളിലാണ്. മണിക്കൂറുകൾ വർക്ക് ചെയ്യാൻ അവർക്കൊരു മടിയില്ല. അവർ ശരിക്കും ഒരു വർക്കഹോളിക്കാണ്. ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വൾനറബിൾ ആകുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവർ പറയും ഞാൻ ബിസിയാണ്, ജോലിയുണ്ട് എന്നൊക്കെ. ബിസിയാണെന്ന് പറയുന്ന ഇവരുടെ ഈ ബിസിയാണെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ, അത് ഇവരുടെ ഏറ്റവും വലിയൊരു എക്സ്ക്യൂസാണ്. കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ഒരു എക്സ്ക്യൂസാണ് ബിസിയാണെന്നുള്ളത്. അത് നിങ്ങളോട് മാത്രമല്ല, അവരെല്ലാവരോടും അങ്ങനെ തന്നെയാണ്. എന്ത് തന്നെയായാലും ഈ പേഴ്സൺ ഒരു ലോങ് ടൈമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്, ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 3 of Wands ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു വെയിറ്റിംഗ് എനർജിയാണ് 3 of Wands കാണിക്കുന്നത്. മജീഷ്യൻ, അവർ നിങ്ങളുമായി ഒരു കമ്മ്യൂണിക്കേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ ആ മാനിഫെസ്റ്റേഷനിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ അവസാനത്തെ കാർഡാണ് 8 of Cups. നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. അവർ കരുതുന്നത് എന്തായാലും നിങ്ങൾ തിരിച്ചു വരുമെന്നൊക്കെയാണ്. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും
ഈ റിലേഷൻ സ്റ്റേബിൾ ആണെന്നാണ് അവർ കരുതുന്നത്. ആ പേഴ്സൺ ഇപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നതിനെ കുറിച്ചിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിപ്പോൾ ആകൊരു കൺഫ്യൂഷനാണ്. സോ അവർക്കൊരു മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവർ വന്ന് നിങ്ങളോടൊരു സോറിയോ എനിക്ക് തെറ്റുപറ്റിപ്പോയി അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അവർ വന്ന് നിങ്ങളോട് ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഒന്നും അറിയാത്തതുപോലെ, ഒന്നും സംഭവിക്കാത്ത പോലെ നിങ്ങളോട് നോർമലായിട്ട് സംസാരിക്കും. അങ്ങനത്തെ ഒരു വൈബാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് 7 ഓഫ് വാൺസ് കിട്ടിയിരുന്നു. നമ്മുടെ 7 ഓഫ് വാൺസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ അവരോട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ എക്സ്ട്രീമിലി അവർ ഡിഫെൻഡ് ചെയ്യും. അങ്ങനത്തെ ഒരാളാണ് അവർ. സോ ബി കെയർഫുൾ. എന്തായാലും ഈ വ്യക്തി തിരിച്ചു വരും. ഈ വാണ്ടിങ് എനർജി ഇവിടെ കാണിക്കുന്നത് ശരിക്കും നിങ്ങളോടുള്ള സ്നേഹമല്ല, നിങ്ങൾ അവർക്ക് കൊടുത്ത ഒരു സപ്പോർട്ടാണ്. നിങ്ങൾ അവർക്ക് ഇമോഷണലിയും പേഴ്സണലിയും ഒക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് ലെറ്റ് ഗോ ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർക്ക് അതെല്ലാം തന്നെ കിട്ടിക്കൊണ്ടിരുന്നത് ഫ്രീ ആയിട്ടാണ്. നിങ്ങളിൽ നിന്നും എല്ലാം അവർ സ്വീകരിക്കുന്നു, പക്ഷെ നിങ്ങൾക്കൊന്നും തന്നെ റിട്ടേൺ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇങ്ങനെ അവരുടെ കൂടെ നിർത്താനായിട്ട് അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളതുകൊണ്ട് അങ്ങനെയാണെങ്കിലൊക്കെ നിങ്ങൾ ഹാപ്പി ആയിരുന്നു. കാരണം നിങ്ങളാണ് ശരിക്കും അവർക്ക് എക്സ്ക്യൂസുകൾ പറയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അവരുടെ ടോക്സിക് ബിഹേവിയറിന് നിങ്ങൾ സ്വയം എക്സ്ക്യൂസ് പറയും. ഇമ്മച്വറാണ്, അവരങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ അങ്ങനെ പറയാതിരിക്കുക. കാരണം അത് വളരെ ഹൊറിബിളാണ്. അവരുടെ ബാഡ് ബിഹേവിയറിന് നിങ്ങൾ എക്സ്ക്യൂസ് പറയാതിരിക്കുക. നിങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ. നിങ്ങളെ അബ്യൂസ് ചെയ്യാൻ മറ്റുള്ളവരെ ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. അതിപ്പോൾ എന്തൊക്കെ ട്രോമയുടെ പേരിലാണെങ്കിൽ പോലും. ആക്ച്വലി നിങ്ങളാണ് സ്വയം നിങ്ങളെ അബ്യൂസ് ചെയ്യുന്നത്. ശരിക്കും അവരുടെ ടീമിൽ ചേർന്നിട്ട് നിങ്ങളും കൂടെ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങളെ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് ഉണ്ട്. അപ്പോൾ ആ ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടി നിങ്ങൾ അബ്യൂസ് ചെയ്യുന്നത് ഈ ഇന്നർ ചൈൽഡിനെയാണ്. ഇപ്പോൾ ഒരു വ്യക്തി ഒരു വിഷമിപ്പിക്കുന്ന കാര്യം, ഒരു ബാഡ് തിങ് മറ്റൊരു വ്യക്തിയോട് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ അതിനെതിരെ ഒന്നും പറയാതെ നോക്കിയിരിക്കുകയാണ്. സത്യത്തിൽ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങളും ആ വ്യക്തിയെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? കാരണം നിങ്ങളെ ഒരാൾ വിഷമിപ്പിക്കുമ്പോൾ നിങ്ങളൊന്നും പ്രതികരിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് അതൊരിക്കലും സേഫായിട്ട് തോന്നുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളൊരു അബ്യൂസറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എക്സ്ക്യൂസ് കണ്ടെത്താതിരിക്കുക. നോക്കാം ആ വ്യക്തി തിരിച്ചു വരുന്നത് എന്തിനാണെന്ന്. അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു സ്റ്റോറിയും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ട. കാരണം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല അവർ തിരിച്ചു വരുന്നത്. നിങ്ങൾ അവരെ കംഫർട്ടാക്കിയിരുന്ന ആ ഒരു വേ ആണ് അവർ സ്നേഹിക്കുന്നത്. നിങ്ങളൊരു വെറും യൂട്ടിലിറ്റി മാത്രമാണ് അവർക്ക്. ഇനി ഇവിടെ ചോയ്സ് നിങ്ങളുടേതാണ്. തിരിച്ച് ഈ ബന്ധത്തിലേക്ക് പോകണോ വേണ്ടിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം എന്നൊരു വികാരം ഇവിടെ കാണാൻ കഴിയുന്നില്ല. നിങ്ങളൊരു വ്യക്തിക്ക് അവർ അർഹിക്കുന്നതിൽ കൂടുതൽ അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂം ഉണ്ടാവില്ല. ആളുകൾ എങ്ങനെയുള്ളവരെയാണ് കൂടുതൽ ചേസ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നറിയോ? സ്വന്തമായ പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആകുകയും ചെയ്യാത്തവരെയാണ് ആളുകൾ എപ്പോഴും ചേസ് ചെയ്യുന്നത്. ഇതൊരു കോമൺ ഹ്യൂമൻ സൈക്കോളജിയാണ്. ലൈക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവിടെ മെയിൻ ബോയ്സിനും ഗേൾസിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ. അവരോട് കൂട്ടുകൂടാനും അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാനും എല്ലാ കുട്ടികളും ശ്രമിക്കും. അതിനുവേണ്ടിയായിരിക്കും എല്ലാവരും മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഇവർക്ക് കൂടുതൽ അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ ചൂസ് ചെയ്യുമെന്നൊക്കെ. ഒരിക്കലുമില്ല. നിങ്ങളങ്ങനെ ഇവർക്ക് കൂടുതൽ അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല. അപ്പോൾ ഇവരുടെ ഒരു തോട്ടെന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്താലും ഞാൻ എപ്പോഴൊക്കെ ഇപ്പോൾ ബന്ധത്തിൽ നിന്ന് പോയാലും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ വ്യക്തി എനിക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ എന്തിനു വറി ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈസിലി അവൈലബിൾ ആകാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഒരു അബ്യൂസറായി മാറാതിരിക്കുക.